നമുക്കിന്ന് ബ്രെഡ് ഓംലേറ്റും എഗ് സാൻഡ്വിച്ചും ആയാലോ? ഇത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം നമുക്ക് ആദ്യം ബ്രെഡ് ഓംലേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ചെറിയൊരു കഷ്ണം പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം പാലായാലും കുഴപ്പമൊന്നുമില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ ഓംലേറ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറോ എണ്ണയോ എന്തായാലും ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ല അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് 2 സ്ലൈസ് ബ്രെഡ് ഒന്ന് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് തിരിച്ചിടുക. എന്നിട്ട് ഒരു സൈഡ് ആകുമ്പോൾ നേരെ മറിച്ചിടുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് ഈ 2 വശത്തുള്ള മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ബ്രെഡ് ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി എഗ് സാൻഡ്വിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് 2 പുഴുങ്ങിയ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവാള, തക്കാളി, പച്ചമുളക് ഇത് 3 ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 സ്പൂണൊക്കെ മയോണൈസും, 1 സ്പൂൺ ടൊമാറ്റോ സോസും, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പിന്നെ ഈ മയോണൈസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.